പുല്ലുകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ നമ്മുടെ പുൽക്കൂടിൻ്റെ മേൽക്കൂരയും സൈഡും ഒക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. 10 രൂപ പോലും ചിലവില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ അടിപൊളി ഒരു പുൽക്കൂടാണിത്. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഹലോ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്താറായില്ല. എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ സ്റ്റാറൊക്കെ ഇട്ടു. സ്റ്റാർ ഇട്ടാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ ട്രീയുടെ ഈ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഈ ഭാഗത്തായിട്ടൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി പുൽക്കൂടുകളൊക്കെ ചെറിയ വിലയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഈറ്റയും കൊണ്ട് അധികം പൈസ ചിലവൊന്നും അധികമൊന്നുമല്ല, 1 രൂപ പോലും നമുക്ക് പൈസ ചിലവില്ലാതെ ഈ കാണുന്ന ഈറ്റയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈറ്റ അതുപോലെ തന്നെ പുല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ട്രീ ഇതാണ്. നേരത്തെ തന്നെ ഉള്ള ഒരു ട്രീ ആണ് കേട്ടോ. അപ്പോൾ അതുകൂടാതെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഈറ്റയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പർമാരായിട്ട് പിള്ളേരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. പുൽക്കൂട് നിർമ്മാണത്തിന് 10 രൂപ പോലും ചിലവില്ല എന്ന് പറയാൻ കാര്യം നമ്മുടെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ഈറ്റ തന്നെയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയെടുത്ത ഈറ്റയാണ്. പിന്നെ ആകെ ചിലവുള്ളത് കുറച്ച് നൂൽക്കമ്പിയാണ്. അത് വീട്ടിലും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് പൈസ കൊടുത്ത് മേടിക്കേണ്ട വന്നില്ല. നമുക്ക് ഉണ്ടാക്കേണ്ട പുൽക്കൂടിൻ്റെ ഏകദേശം ഒരു വലിപ്പം നമ്മൾ അളവ് അനുസരിച്ച് നോക്കി എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നീളവും വീതിയിലുള്ള ഈറ്റ കട്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം അത് സ്ട്രക്ചറിൻ്റെ 4 സൈഡിലുമായിട്ട് ഉറപ്പിച്ചു വെക്കുന്നു. പണിയുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ നൂൽക്കമ്പി ഇട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പിരിച്ചു വെച്ചാൽ മാത്രം മതി, ടെമ്പററി ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഏതാണ്ട് 2.5 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള പുൽക്കൂടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പുൽക്കൂടൊക്കെ അതിലും ചെറുതാണ്. തടി കൊണ്ട് നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പല പുൽക്കൂടുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തീരെ ചെറുതാണ്. ഇത് അതിലും കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഏകദേശം കഴിയാറായിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ നൂൽക്കമ്പി ഇട്ടാട്ടോ കെട്ടി വെക്കുന്നത്. അധികം സ്ട്രോങ് ആയിട്ടൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് ദിവസത്തേക്ക് ടെമ്പററി ആയിട്ട് വേണ്ടി മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നൂൽക്കമ്പിയായിട്ട് നല്ല ഭംഗിയായിട്ട് പിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ട്രക്ചർ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. 4 സൈഡും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുൽക്കൂട് മേയാൻ വേണ്ടിയുള്ള പുല്ല് കൊണ്ട് പറിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് മേയാൻ വേണ്ടിയിട്ട് നല്ല ലെവലാക്കി ഒന്ന് എടുക്കണം. പറിച്ചു കൊണ്ടുവച്ച പുല്ല് നമ്മൾ ഏകദേശം ലെവലാക്കി കട്ട് ചെയ്തെടുത്ത് മേൽക്കൂര മാത്രം ഒന്ന് മേഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെയാണ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് വശം മുകളിലുള്ള ഒരു ത്രികോണം പോലെ ഇരിക്കുന്ന ഭാഗത്തെ പീസ് നമ്മൾക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. അപ്പോൾ കെട്ടി റെഡിയാക്കി വെച്ച പീസ് ഈ ഒരു ഭാഗത്തേക്കാണ് വെക്കാനുള്ളത്. അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നൂൽക്കമ്പി കൊണ്ട് കെട്ടി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ 2 സൈഡും ഫ്രണ്ടും ടോപ്പും ഒക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്ലാറ്റ്ഫോമും ബാക്ക് സൈഡുമാണ് റെഡി.
അടിപൊളി പുൽക്കൂടല്ലേ? അപ്പോൾ നമ്മുടെ പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. പൈസ മുടക്കി കഴിഞ്ഞാൽ ഒത്തിരി പുൽക്കൂട് മേടിക്കാൻ കിട്ടുമെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് 1-2 മണിക്കൂർ മെനക്കെട്ട് ഇത് ഉണ്ടാക്കുമ്പം എല്ലാവരും കൂടെ കൂടി ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കിണറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിണറിൻ്റെ ബാക്കി കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ രാത്രിയിലുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനലായിട്ടുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്